ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാനിക്കായനും പാകിസ്ഥാനിയുമായ എറണാകുളം ജി ഫി. മാർ തോമസ് ലീവ മാനിക്കായനാണെന്ന് തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്ന ജീവൻ ഫിലിപ്പിൻ്റെ പുസ്തകത്തെക്കുറിച്ച്, അൺമാസ്കിംഗ് ദ സിറിയാക്സ്, ദ ഹിഡൻ ഒറിജിൻ ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റി, ആ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പല വീഡിയോയിലൂടെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ജീവൻ ഫിലിപ്പിൻ്റെ ഉദ്ദേശം തന്നെ വളരെ തെറ്റായതാണ് എന്ന് ഞാൻ തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഒരു പുസ്തക രൂപത്തിൽ മാനിക്കായനോ മാർ തോമസ് ലീവ എന്ന പേരിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൽ ആദ്യത്തെ 70 പേജോളം ഈ ജീവൻ ഫിലിപ്പിൻ്റെ ആരോപണങ്ങൾക്കുള്ള മറുപടികളാണ്. മാത്രമല്ല, ഈ മാർ തോമസ് ലീവായുടെ ദൈവശാസ്ത്രം, ചരിത്രം, അങ്ങനെ വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിനകത്ത് ഞാൻ അതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷവും പിടിക്കാതെ സത്യത്തിൻ്റെ മാത്രം പക്ഷം പിടിച്ചുകൊണ്ടാണ് ഞാനത് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഞാൻ ചെയ്തത് ഈ കഴിഞ്ഞ വർഷമാണ്. ഏകം ചാനലിൽ ഈ ജീവൻ ഫിലിപ്പിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള ചില അഭിമുഖങ്ങൾ വന്നപ്പോൾ അതിനും 10-25 വർഷങ്ങൾക്ക് മുൻപ് മാർ തോമസ് ലീവ അപവാദങ്ങളും യാഥാർത്ഥ്യങ്ങളും എന്ന പേരിൽ KV സെബാസ്റ്റ്യൻ സാറ് ഒരു പുസ്തകം രചിച്ച് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ആധികാരികമായ ഒരു പുസ്തകമാണിത്. അദ്ദേഹവുമായുള്ള അഭിമുഖം ബേത്ലഹം TV-യിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടിരിക്കേണ്ട ഒരു അഭിമുഖമാണിത്. അതിനേക്കാളേറെ ഈ KV സെബാസ്റ്റ്യൻ്റെ പുസ്തകം മാർ തോമസ് ലീവ അപവാദങ്ങളും യാഥാർത്ഥ്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. എൻ്റെ പുസ്തകം വായിക്കണം, ഈ പുസ്തകം വായിക്കണം. വിശേഷിച്ച് എറണാകുളത്ത് സത്യവിശ്വാസികളായി ഉള്ളവർ നിങ്ങൾ ഈ പുസ്തകങ്ങൾ വായിക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പുസ്തകം കൂടി ഞാൻ പറയുകയാണ്. തോമാടി സിംഹാസനം എന്ന പേരിൽ ഞാൻ ഇറക്കിയിരിക്കുന്നത്. ഏതായാലും ബസിലിക്കയിലും മറ്റു സ്ഥലങ്ങളൊക്കെ നിങ്ങൾ സമരത്തിന് പോകുന്നു. കൊന്തിയും പിന്നെ കുരിശിൻ്റെ വഴിയും കരുണക്കൊന്തിയും ഒക്കെ ആയിട്ട് നിങ്ങൾ ചെലവഴിക്കുന്നു, പ്രാർത്ഥന ചെലവഴിക്കുന്നു. കുറച്ച് സമയം ഈ പുസ്തകങ്ങൾ വായിക്കാനും പ്രചരിപ്പിക്കാനും മറ്റുള്ളവർക്ക് പ്രോത്സാഹിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നതും നന്നായിരിക്കും. അതൊരു പ്രാർത്ഥനാ യജ്ഞത്തിൻ്റെ ഭാഗമാകും. അപ്പോൾ നിങ്ങൾക്കിപ്പം സമയമുണ്ട്. ഈ സമരത്തിനൊക്കെ ചെന്നിരിക്കുമ്പോൾ ഈ പുസ്തകങ്ങൾ വായിക്കാൻ സമയമുണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ നവംബറിൽ ഞാൻ എറണാകുളത്ത് വന്നപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിച്ചു, ഇവർ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ എവിടെയാണ് കിട്ടുക? ഈ മാർ തോമസ് ലീവായെക്കുറിച്ചും പിന്നെ തോമാടി സിംഹാസനത്തെക്കുറിച്ചും ഒക്കെ അതിനുള്ള പുസ്തകങ്ങളാണ് ഞാൻ പറഞ്ഞത്. 3 ഈ KV സെബാസ്റ്റ്യൻ സാറിൻ്റെ മാർ തോമസ് ലീവ അപവാദങ്ങളും യാഥാർത്ഥ്യങ്ങളും, എൻ്റെ പുസ്തകം മാനിക്കായനോ മാർ തോമസ് ലീവ, 3ാമത്തത് തോമാടി സിംഹാസനം. ഈ KV സെബാസ്റ്റ്യൻ സാറുമായുള്ള ഒരു അഭിമുഖം പറഞ്ഞല്ലോ ബേത്ലഹം TV-യിൽ. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ, അതായത് സെബാസ്റ്റ്യൻ സാറിൻ്റെ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഈ KV സെബാസ്റ്റ്യൻ സാർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഞാനൊന്നുകൂടി പറയുകയാണ്. അദ്ദേഹം പറയാണ്, ഈ ജീവൻ ഫിലിപ്പ് തൻ്റെ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ഈ അൺമാസ്കിംഗ് ദ സിറിയാക്സ്, സുറിയാനികളുടെ മുഖംമൂടി അഴിച്ചു കളയാൻ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൻ്റെ സമർപ്പണം, ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ടു ദ വണ്ടർഫുൾ മാനിക്കയൻസ് ഓഫ് ഓൾഡ് തമിഴകം ഹു വാനിഷ്ഡ് ഇൻ ടു ഒബ്ലിവിയൻ എന്ന് പറഞ്ഞാൽ മറവയുടെ കയങ്ങളിലേക്ക് ആണ്ടുപോയ മാനിക്കയൻ മതക്കാർക്ക്, വിസ്മയം ജനിപ്പിക്കുന്ന മാനിക്കയർക്ക്. ഇങ്ങനെയാണ് ഈ ജീവൻ ഫിലിപ്പ് തൻ്റെ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് KV സെബാസ്റ്റ്യൻ സാറ് നടത്തുന്ന ഒരു നിരീക്ഷണമുണ്ട്. സാധാരണഗതിയിൽ ഒരു രചയിതാവ് തൻ്റെ പുസ്തകം സമർപ്പിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾക്കോ തൻ്റെ ഉയർച്ചയ്ക്ക് കാരണഭൂതരായവർക്കോ മാതാപിതാക്കൾക്കോ ഒക്കെയാണ്. ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം സമർപ്പിച്ചത് എൻ്റെ മാതാപിതാക്കൾക്കാണ്. അതിൻ്റെ 2ാമത്തെ പതിപ്പ് വന്നപ്പോൾ എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിന് ഓർമ്മയ്ക്കെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ആത്മാവിൻ്റെ വാളെന്ന് പറഞ്ഞ ഒരു വലിയ വോളിയം 3 കിലോ തൂക്കേണ്ട പുസ്തകം, അത് ഞാൻ സമർപ്പിച്ചത് 2 സ്ത്രീകൾക്കാണ്. അതായത് ഞാൻ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന മറ്റൊരു സ്ത്രീയും കൂടിയുണ്ട്, ഒരു സിസ്റ്റർ റുബീന, കർമ്മലിത്ത സഭയിൽപ്പെട്ട സിസ്റ്റർ റുബീന. ഞാൻ പട്ടം കിട്ടിയ നാളെ മുതൽ അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു
ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്കൂൾ അവർ നടത്തിയിരുന്നു. അപ്പോൾ ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരൊരു വിശുദ്ധയായ കന്യാസ്ത്രീ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാലത്ത് അത് ചിലപ്പം കാനണൈസേഷൻ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലുമുണ്ട്. അപ്പം അങ്ങനെ വിശുദ്ധയായ ഒരു സ്ത്രീ, പിന്നെ എൻ്റെ അമ്മ. അപ്പം അങ്ങനെ 2 പേർക്കാണ് സമർപ്പിച്ചത്. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിക്കോ ഉയർച്ചയ്ക്ക് കാരണഭൂതരായവർക്കോ മാതാപിതാക്കൾക്കോ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ അങ്ങനെയൊക്കെയാണ് സമർപ്പിക്കുക. ജീവൻ ഫിലിപ്പിൻ്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്നത് വിസ്മയം ജനിപ്പിക്കുന്ന മാനിക്കയൻ മതക്കാരാണ്. നോക്കുക, വിസ്മയം ജനിപ്പിക്കുന്ന മാനിക്കയൻ മതക്കാർക്കാണ് ജീവൻ ഫിലിപ്പ് എന്ന പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. ആ മാനിക്കയൻ മതം വളരണമെങ്കിൽ സീറോ മലബാർ സഭയെ ഇകഴ്ത്തി ചിത്രീകരിക്കണം. അതിനുവേണ്ടി ചരിത്രത്തെ, ഇന്ത്യ ചരിത്രത്തെയും സഭാ ചരിത്രത്തെയും സകലം വികലമായി വിലക്ഷണമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ജീവൻ ഫിലിപ്പ് തൻ്റെ പുസ്തകത്തിൽ. മാനിക്കയം മതം എറണാകുളത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ജീവൻ ഫിലിപ്പും അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഏകം സ്വതന്ത്ര സഭയും അതിൻ്റെ ഏകം ചാനലുമാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ പ്രിയപ്പെട്ട തോമാസ് ലീഹായിലൂടെ സ്ഥാപിച്ച സുറിയാനി കത്തോലിക്ക സഭയെക്കാളും സീറോ മലബാർ സഭ അതിൻ്റെ ഔദ്യോഗിക ചിഹ്നമായ മാർ തോമസ് ലീഹായേക്കാളും മാനിക്കയൻ മതം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഏകം സ്വതന്ത്ര സഭക്കാർ അവർ ജീവൻ ഫിലിപ്പിനെ അവരുടെ അപ്പസ്തോലനായി പ്രതിഷ്ഠിച്ച് കത്തോലിക്ക സഭയിൽ നിന്നും വിട്ടുപോകണം. ഇതാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. 2, ഇപ്പോഴത്തെ പാകിസ്ഥാനിലേക്കല്ലാതെ, അതായത് ഇൻഡസ് നദിയുടെ അപ്പുറത്ത് വടക്ക് പടിഞ്ഞാറ്, ഇൻഡസ് നദിയുടെ വടക്ക് പടിഞ്ഞാറ് അവിടേക്കല്ലാതെ ഇൻഡസ് നദിയുടെ, അതായത് പാകിസ്ഥാൻ ഇപ്പുറത്തേക്ക് ഉള്ള ഇന്ത്യയിൽ മാനിയ ശിഷ്യന്മാരോ വന്നിട്ടില്ലെന്ന് ഈ മാനിക്കൈസത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പഠിച്ചിട്ടുള്ള സൂസൻ ഗുലാക്സി തെളിവ് സഹിതം തെളിയിച്ചിട്ടുണ്ട്. ഈ ജീവൻ ഫിലിപ്പിൻ്റെ പുസ്തകം വന്നു കഴിഞ്ഞപ്പോൾ കെ വി സെബാസ്റ്റ്യൻ സാറ് ഒരു കത്തെഴുതി ഈ സൂസൻ ഗുലാക്സിക്ക്. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന മാപ്പ് മാനി ശിഷ്യന്മാർ എവിടേക്ക് പോയി എന്നുള്ള മാപ്പ് സഹിതമാണ് ഈ സൂസൻ ഗുലാക്സി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ വികലമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ജീവൻ ഫിലിപ്പ്. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ സാറ് ഈ സൂസൻ ഗുലാക്സിക്ക് ഒരു കത്തെഴുതി. അവർ ഒരു മറുപടി എഴുതി. ഇത് രണ്ടും ആ അഭിമുഖത്തിൽ വായിക്കുന്നുണ്ട്. ഈ സെബാസ്റ്റ്യൻ സാർ എഴുതിയ കത്തും അതിന് സൂസൻ ഗുലാക്സി കൊടുത്ത മറുപടിയും. അതൊക്കെ നിങ്ങൾക്ക് ആ അഭിമുഖത്തിൽ വിശദമായി കാണാം. ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കുന്നുള്ളൂ. ഇന്ത്യയിലേക്ക് മാനിയുടെ ശിഷ്യന്മാരോ വന്നതിന് യാതൊരു തെളിവുകളുമില്ല. സൂസൻ ഗുലാക്സി പറയാണ് അതിന് ലിഖിത രേഖകളോ പുരാവസ്തു തെളിവുകളോ ഇല്ല. നോ ടെക്സ്റ്റ് നോ ആർട്ടിഫാക്ട്സ്, നോ ടെക്സ്റ്റ് നോ ആർട്ടിഫാക്ട്സ്. വിവിധ തരത്തിലുള്ള കുരിശുകളെക്കുറിച്ചുള്ള ചർച്ചയിൽ നിന്ന് മാനിക്കയരോ ഇന്ത്യയിൽ എത്തിയെന്ന നിഗമനത്തിലെത്താൻ ഒരു കാരണവശാലും കഴിയില്ല. ഞാൻ ആവർത്തിക്കുക, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ പണ്ഡിത, ഈ മാനിക്കേശത്തെക്കുറിച്ച് പഠിച്ച പണ്ഡിതയുടെ മറുപടിയാണ് ഈ സെബാസ്റ്റ്യൻ സാർ അവിടെ വായിക്കുന്നത്. ജീവൻ ഫിലിപ്പിൻ്റെ മുഖം അടച്ചുള്ളൊരു അടിയാണ് ഈ കത്തിനുള്ള മറുപടി. വാസ്തവത്തിൽ ജീവൻ ഫിലിപ്പിൻ്റെ മുഖംമൂടിയാണ് ഈ അഭിമുഖത്തിലും പുസ്തകത്തിലും വലിച്ചു കീറുന്നത്. അതുകൊണ്ട് അവർ കൊടുത്തിരിക്കുന്ന ആ അഭിമുഖത്തിൻ്റെ ടൈറ്റിൽ അൺമാസ്കിംഗ് ജീവൻ ഫിലിപ്പ് എന്നാണ്. ഇതാണ് ഞാൻ GF എന്നിട്ടത്. ജീവൻ ഫിലിപ്പ്, എറണാകുളം ജീവൻ ഫിലിപ്പ്, അൺമാസ്കിംഗ് ജീവൻ ഫിലിപ്പ്. ആ മുഖംമൂടി അഴിച്ചു വീഴുമ്പോൾ നാം കണ്ടെത്തുന്ന സത്യം എന്താണ്? ജീവൻ ഫിലിപ്പിൻ്റെ ഈ മുഖംമൂടി അഴിച്ചു വലിച്ചു കീറുമ്പോൾ നാം കണ്ടെത്തുന്ന സത്യം എന്താണ്? ശരിക്കും മാനിക്കയൻ ആരാണ്? ശരിക്കും മാനിക്കയൻ മതം എവിടെയാണ്? ജീവൻ ഫിലിപ്പും അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഏകം സ്വതന്ത്ര സഭയും പിന്നെ ഏകം ചാനലും. ഇതാണ് മാനിക്കയരും മാനിക്കയൻ മതവും. മാനി എവിടെയാണ് പോയത്? നമുക്കറിയാം, പാകിസ്ഥാനിൽ, ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ. അതിനാൽ ഈ ജീവൻ ഫിലിപ്പും അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഏകം സ്വതന്ത്ര സഭയും പാകിസ്ഥാനിലെ മാനിക്കയരായതുകൊണ്ട് അവരവിടേക്ക് നാട് കടത്തണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. പാകിസ്ഥാനികൾ ഏതായാലും ഇപ്പം നമ്മുടെ നാട്ടിൽ വേണ്ട, നമുക്കവർ വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് ഈ മാനി വന്നതും മാനിക്കയസം ഉണ്ടായതും പാകിസ്ഥാനിലാണ്. അത് തെളിഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഏറ്റവും വലിയ പണ്ഡിതരൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയാണ് മാനി വന്നെന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് നടക്കുന്നവരെ
മാനി ശരിക്കും വന്ന പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഒരു അപേക്ഷ വയ്ക്കുകയാണ്. ശരിക്കും സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ KV സെബാസ്റ്റ്യൻ സാറിൻ്റെ പുസ്തകം മാർ തോമസ് ലീവ അപവാദങ്ങളും യാഥാർത്ഥ്യങ്ങളും വായിക്കണം. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഗ്രന്ഥരചന നടത്തുന്നത് ഞാൻ ഗ്രന്ഥരചന നടത്തും പറഞ്ഞല്ലോ. ജീവൻ ഫിലിപ്പിൻ്റെ അഭിമുഖം കഴിഞ്ഞ വർഷം വന്നതിന് ശേഷം അതിന് 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഗവേഷണം നടത്തി പുസ്തകരചന നിർവഹിച്ച ആളാണ് KV സെബാസ്റ്റ്യൻ സാറ്. എത്ര ദീർഘവീക്ഷണത്തോടെയാണ് അദ്ദേഹം അത് ചെയ്തു നോക്കൂ. തീർന്നില്ല. ദൈവജനമാണ് സഭ എന്നതിന് തെളിവ് കൂടിയാണ് ഇദ്ദേഹവും ഈ പുസ്തകവും ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത പ്രഗത്ഭരായ അൽമായ വ്യക്തികളും. അൽമായർ എത്രമാത്രം സഭയെക്കുറിച്ചും സഭാ കാര്യങ്ങളെക്കുറിച്ചും ദൈവശാസ്ത്രത്തെക്കുറിച്ചും ലിറ്റർജിയെക്കുറിച്ചും ലിറ്റർജി ഉപയോഗിക്കുന്ന പ്രതീകങ്ങളെക്കുറിച്ചും ഒക്കെ ബോധവാന്മാരാണെന്ന് തെളിയുകയാണ്. കൂട്ടത്തിൽ അറിവുണ്ടെന്ന് നടിക്കുന്ന ഏകൻ സ്വതന്ത്ര സഭയുടെ വിമത വൈദികരും അവരന്ധമായി പിന്തുണയ്ക്കുന്ന മറ്റു രൂപതകളിലെ വൈദികരും പിന്നെ മൗനത്തിന്റെ വാൽമീകത്തിലേക്ക് പിൻവലിച്ചിരിക്കുന്ന നേതൃത്വവും എത്രമാത്രം അജ്ഞതയുടെ ഇരുട്ടിലാണ് അന്ധതമസിലാണ് ആണ്ട് കിടക്കുന്നതെന്നും ഈ ഗവേഷണം വെളിപ്പെടുത്തുകയാണ്. നേതൃത്വം തലതിരിഞ്ഞു പോയതിനാൽ സഭയുടെ ഭാസുരമായ ഭാവി കർത്താവ് ഈ അൽമാരുടെ കൈകളിൽ ഭദ്രമാക്കി വെച്ചിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.